അപ്പം നോയമ്പ് റെസിപ്പികളിൽ മൂന്നാമത്തെ റെസിപ്പിയാണ് വെണ്ടയ്ക്കയും പരിപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇത് ഒഴിച്ചുകറിയായിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ടേസ്റ്റാണ്. പിന്നെ ഒരു സാധാരണ ഞാൻ പറയുന്ന പോലെ ഭയങ്കര ടേസ്റ്റുള്ള കറിയല്ല, സാധാരണ രീതിയിലുള്ള ടേസ്റ്റുള്ള ഒരു സിമ്പിൾ കറിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി, 3 പച്ചമുളക്, 2-3 കറിവേപ്പില, പിന്നെ ഒരു വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ പാകത്തിന് വെള്ളം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് 2-3 വിസിലടുപ്പിക്കുക. നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ ഈ തുവരപ്പരിപ്പ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിടാം, ഒരു 2 കറിവേപ്പില, ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 3 കൊച്ചുള്ളി ഉണ്ട്, ഒന്ന് വട്ടത്തിലരിഞ്ഞതാണ്. ഒരു 6-7 വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് മാറ്റിയെടുക്കണം. തീ കൂട്ടിയൊന്നും വെക്കണ്ട, നോർമൽ തീയിലും വെച്ചാൽ മതി. എണ്ണ കുറവായതുകൊണ്ട് ഞാൻ ലേശം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് ഉപ്പും കൂടെ. ഇത് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് പരിപ്പ് വേവിക്കാൻ വെച്ചത് എങ്ങനെയാണെന്ന് നോക്കാമേ. പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെണ്ടയ്ക്കകത്ത് ലേശം മസാല ചേർക്കാം. വെണ്ടയ്ക്കയിൽ ഒരു 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂണൊന്നും ഇല്ല, ഏകദേശമൊക്കെ അത്രയേ ഉള്ളൂ. അത്രയും കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. മസാല ഇത് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വെണ്ടയ്ക്കകത്തെ കുക്കറിലിടാൻ വെച്ചിരുന്ന ആ ഒരു തക്കാളിയുടെ ഒരു ചെറിയ പീസ് മാറ്റി വെച്ച് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതും കൂടെ നമ്മൾ ഇപ്പോൾ ഒന്ന് വഴറ്റിയിടുക കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ട് കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ സോഫ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. വെള്ളം കുറച്ച് ഒഴിച്ചാണ് അരച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ഈ കല്ലുപ്പൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് സെറ്റായിക്കോളും. ഇത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടായി. ഇനി ഇത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു കട്ടിയാവും കേട്ടോ. അതായത് ഒഴിച്ചു കറിയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ നല്ലതുപോലെ ഇത് വഴറ്റണം. അതുപോലെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് എണ്ണയ്ക്കത്തിട്ട് വഴറ്റിയത് മാറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാൽ മതി, അങ്ങ് മാറിക്കോളും. വെണ്ടയ്ക്കയിൽ മസാല പിടിക്കാതെ അത് ഫ്രൈ ആവാതെ ഈ കറിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. ഇതൊരു സാധാരണ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു സിമ്പിൾ ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഒഴിച്ചു കറിക്ക് നിങ്ങൾക്ക് വേറൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.